നമസ്കാരം പ്രിയപ്പെട്ടവരെ. ദൈവദശകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്, ഈ ലോകത്തിൽ കൈവിടാതെ ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയാണ്. സംസാരമാകുന്ന ഈ സമുദ്രത്തിൽപ്പെട്ട്, സങ്കീർണമായ ജീവിത ദുരിതങ്ങളിൽപ്പെട്ട്, മുങ്ങിയും പൊങ്ങിയും മറുകര കാണാതെ ഉഴന്നു നിൽക്കുന്ന സമയത്ത് അങ്ങ് ഒരു പിടിവള്ളിയായി അങ്ങയുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് മറുകര കടത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ദൈവദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാക്കണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നാണ്. നിന്നിൽ സ്പന്ദമാകണം, നിന്നിൽ സ്പന്ദിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്, നിന്നിൽ അസ്പന്ദമാകണമെന്നാണ്. ചലനം നിലച്ച് നിന്നിൽ ഏകീഭവിക്കണമെന്നാണ്. എല്ലാ ചലനങ്ങളും എല്ലാ സ്പന്ദനങ്ങളും നിലച്ച് നീയായി തീരണമെന്നാണ്. ഇവിടെ പൊരുൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥം അഥവാ ദൃശ്യം എന്നുള്ളതാണ്, നമ്മൾ കാണുന്ന വസ്തു. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്, ഇവിടെ കാണുന്ന ആൾ എന്നാണ് അർത്ഥമാക്കേണ്ടത്. കണ്ണ്, അതുപോലെ തന്നെ കാണുന്ന വ്യക്തി. പിന്നെയോ അസ്പന്ദമാകണം, നമ്മൾ കണ്ടു, ചലനം നിലച്ച് നിന്നിൽ ഏകീഭവിക്കണം, നീയായി തീരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നായി എണ്ണി എണ്ണി തൊട്ട് കാണാവുന്ന കാഴ്ചകളെല്ലാം മാറിയാൽ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ വസ്തു തെളിയുമെന്നാണ്. ഒടുവിൽ അല്ലയോ ഭഗവാൻ, അങ്ങനെ സർവസാക്ഷിയായി വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്രചിത്തവും ചലനം വെടിഞ്ഞ് അങ്ങയിൽ ഏകീഭവിക്കുമാറാകണം എന്നാണ്. ഈ ദൃശ്യങ്ങളെയെല്ലാം തന്നെ എണ്ണി 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 മാറ്റണമെന്നാണ്. ഇങ്ങനെ ഓരോന്നും കണ്ട് അതിലൊക്കെ ആസക്തിയോടുകൂടി അതിലൊക്കെ അഭിരമിച്ച് അതൊക്കെ മടുത്തതിന് ശേഷം പിന്നെയും പിന്നെയും രമിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ മനസ്സ് സഞ്ചരിച്ചതിനു ശേഷം അവസാനം അതിൽ നിന്നെല്ലാം വിരക്തമായി അങ്ങയെ തന്നെ നേരിൽ കാണുമാറാകണം. അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒട്ടി നിൽക്കുമാറാകണം, അവിടെ തന്നെ ലയിച്ചു തീരുമാറാകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൃക്ക് നിന്നിൽ അസ്പന്ദമാകണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ദൃക്ക് എന്നാൽ കണ്ണ് എന്ന് നമ്മൾ അർത്ഥം കണ്ടു. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രതിനിധിയാണ് കണ്ണ് എന്ന് പറയും. നയനം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും നയിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നയനം എന്ന് പറയുന്നത്. വിഷയാനുഭവമാണ് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ജോലി എന്ന് നമുക്കറിയാം. എന്നാൽ ശ്രദ്ധയോടെയല്ല പലപ്പോഴും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതു കർമ്മത്തിലും തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധയോടെ അതിൽ ആയിരിക്കാൻ പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കാറില്ല. നാം നമ്മുടെ ഇന്ദ്രിയങ്ങളോട് പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ ശ്രദ്ധയോടുകൂടി ആഗീരണം ചെയ്യുക എന്ന്. അങ്ങനെ ശ്രമിച്ചാലും അശ്രദ്ധ അതിനെയൊക്കെ വഴിമുടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇന്ദ്രിയങ്ങൾ ആ രീതിയിലാണ് പ്രതികരിക്കുക. ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നു എന്നിരിക്കട്ടെ, പാട്ട് പൂർണ്ണമായും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അതിനിടയിൽ പലതിലൂടെ നമ്മുടെ ചിന്തകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കട്ടെ, നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കട്ടെ, ഒന്നും തന്നെ ശ്രദ്ധയോടെയല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഓരോന്നായി എണ്ണി എണ്ണി അനുഭവിക്കണമെന്നാണ് പറയുക. ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അതിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി അതിലായിത്തീരാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്താണ് അതിലെ പൂർണ്ണ രുചികൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുക. പഠിക്കുന്ന കാര്യങ്ങളെ സമ്പൂർണമായി ആഗീരണം ചെയ്യുന്ന സമയത്താണ് അത് ഒന്നുപോലും വിട്ടുപോകാതെ നമ്മുടെ മസ്തിഷ്കത്തിൽ സ്റ്റഫ് ചെയ്തു വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കുക. അതാണ് ഇവിടെ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി അനുഭവിക്കണം എന്ന് ഗുരുദേവൻ പറയുന്നത്. ഓരോ വിഷയവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് അനുഭവിച്ചെത്തണം എന്ന രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ വിഷയാനുഭവത്തിലെ അപൂർണതയാണ് അസംതൃപ്തിയും പിന്നെയും പിന്നെയും ആ അനുഭവത്തിലേക്ക് മനസ്സിനെ നയിക്കുകയും ചെയ്യുന്നത്.
ഒരു സുഗന്ധം, ആ സുഗന്ധത്തെ പൂർണ്ണമായി ആസ്വദിച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ അതവിടെ തീരുകയാണ്. അങ്ങനെ അതിനെ പൂർണ്ണമായി ആസ്വദിക്കാതെ അനുഭവിക്കാതെ വിട്ടുപോകുന്ന സമയത്താണ് അത് പിന്നെയും പിന്നെയും നമുക്കത് ആസ്വദിക്കണം എന്നുള്ള ആസക്തി നമ്മുടെ ചിത്തത്തിലേക്ക് വരിക എന്നാണ് പറയുന്നത്. അപൂർണതയുണ്ടാക്കുന്നതാണ് ഈ ആസക്തി എന്ന് പറയുന്നത്. ഇവിടെ ഗുരു പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ അനുഭവിക്കുന്നതിനെ പൂർണ്ണാനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ്. എന്താണോ ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധയോടെ അനുഭവിക്കുക എന്നാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധയുള്ളവനാണ് ബോധം ഉണരുക എന്നാണ് പറയുക. അതിനെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനെയാണല്ലോ ധ്യാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അണുവിട ഇടകൊടുക്കാതെ, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ, ഒന്നിനെക്കുറിച്ച് മാത്രം നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മുടെ ബോധം ഉണരുക എന്ന് പറയുന്നത്. ഈ ബോധം ഉണരുമ്പോഴാണ് മറ്റു പൊരുളുകളെല്ലാം ഒടുങ്ങുന്നത്. പൊരുൾ എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളെല്ലാത്തിൽ നിന്നും അതിൻ്റെ ഒരു പുറംചട്ട പൊളിച്ച് ഒന്നിൽ മാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക. എല്ലാ വിഷയങ്ങളും ഒടുങ്ങി ഇവിടെ നിന്നിൽ അസ്പന്ദമാകണമെന്നാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ വിഷയ സുഖങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്നിൽ ഒടുങ്ങണം, നിന്നിൽ തന്നെ ചേർന്ന് നിൽക്കണം, നിന്നിൽ സ്പന്ദിക്കണം എന്നല്ല, നിന്നിൽ അസ്പന്ദമാകണം, നിന്നിൽ ഒട്ടിച്ചേർന്നു നിൽക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ ജീവിതയാത്രയിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവിടെയാണ് ഞാനെന്നും എൻ്റേത് എന്നും ചിന്തിച്ച് ഓടിയ ഓട്ടത്തിൻ്റെ അവസാനം നമ്മൾ ഇരുന്നു പോകുന്ന ഒരവസ്ഥയിൽ ആണ് ഈ ദൃക്ക് നിശ്ചലമാവുക, ഈ കാഴ്ചകളെല്ലാം തന്നെ നിശ്ചലമായി തീരുക. അതാണ് ഇവിടെ ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എത്തുന്ന അവസ്ഥ എല്ലാം നീ മാത്രമാണ് എന്നുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ, ഇനി ചെയ്യാൻ പോകുന്നതും ഇനി കാണാൻ പോകുന്നതും ഇനി കേൾക്കാൻ പോകുന്നതും എല്ലാം നീ മാത്രമാണ്, ദൈവം മാത്രമാണ് എന്നുള്ള ചിന്തയിലേക്ക് ആ സമയത്താണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ഓരോരോ കാഴ്ചകളിലൂടെ, അനുഭവങ്ങളിലൂടെ, രസങ്ങളിലൂടെ, രുചികളിലൂടെ യാത്ര ചെയ്ത് അവയോടൊക്കെ ഒട്ടിനിന്ന് അവയോട് വിരക്തി തോന്നി പിന്നെ മറ്റു പലതിലും ആസക്തമായി അതിലും അർത്ഥമില്ലെന്ന് അറിയുമ്പോൾ അവസാനം എത്തുന്ന പ്രശാന്തിയിലാണ് നിശ്ചലത എന്ന് പറയും. ആ നിശ്ചലതയാണ് ഇവിടെ പറയുന്നത്. എല്ലാ ദൃശ്യങ്ങളിലും കാണപ്പെടുന്ന പൊരുൾ നീ മാത്രമാണ് എന്ന ബോധത്തിലെത്തിയാലുണ്ടാകുന്ന നിശ്ചലത. അതാണ് അതാണ് നിന്നിൽ അസ്പന്ദമാകണം, നിന്നിൽ നിശ്ചലമാകണം എന്ന് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈനംദിന ജീവിതത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്ന, നമ്മെ കൊതിപ്പിക്കുന്ന, നമ്മെ മത്തുപിടിപ്പിക്കുന്ന കാഴ്ചകളിലും കേൾവികളിലും അഭിരമിച്ച് അതിൽ വീണു പോകാതെ, അതിലൊക്കെ അഭിരമിക്കുന്ന സമയത്തും അതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും ആത്യന്തികമായ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഈശ്വരനെ നേരിട്ട് കാണുക എന്നുള്ള അവസ്ഥയാണ് എന്നുള്ള ബോധ്യത്തോടെ കാഴ്ചകളെ ഓരോന്നിനെ പുറകോട്ട് തള്ളിമാറ്റി മുൻപോട്ട് കുതിക്കണമെന്നാണ് പറയുക. ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ നീയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണമെന്നാണ് പറയുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നിലും അഭിരമിക്കേണ്ടി വരുന്നില്ല, നമ്മെ ഒന്നും കൊതിപ്പിക്കുന്നില്ല, നമ്മെ ഒന്നും ഭ്രമിപ്പിക്കുന്നില്ല, നമ്മെ ഒന്നും മതിപ്പിക്കുന്നില്ല. ഒരു നിശ്ചലത, ഒരു ശാന്തത, ഒരു സമാധി അവസ്ഥ, പൂർണ്ണമായ ശാന്തത അനുഭവിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് മനസ്സിനെ എത്തിക്കാൻ സാധിക്കും. ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം.